Welcome back to Pharmapscexam. ഇന്ന് Pharmaceutical Inorganic Chemistryയുടെ ലെക്ചർ 5 ക്ലാസ് ആണ്. സോഡിയം ടെട്രാഡെക്കൈൽ സൾഫേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ടെട്രാഡെക്കൈൽ ആൽക്കഹോളിൽ നിന്നാണ്. സോഡിയം ടെട്രാഡെക്കൈൽ സൾഫേറ്റ് ക്രൊമാറ്റോഗ്രാഫി വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. സ്ക്ലിറോസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ സ്ക്ലിറോസിങ് ഏജൻറ്റ് എന്ന് പറയും. അത് ആണ് സോഡിയം ടെട്രാഡെക്കൈൽ സൾഫേറ്റ്. ആ കോമ്പൗണ്ട് യൂസ് ചെയ്യും. അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടിഷ്യൂസ് അബ്നോർമലായിട്ട് തിക്നിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സോഡിയം ടെട്രാഡെക്കൈൽ സൾഫേറ്റ് കൊടുക്കുന്നത്. പൊട്ടാഷ്യം അയഡൈഡ് എക്സ്പെക്ടോറൻ്റ് ആണ്. പൊട്ടാഷ്യം അയഡൈഡിൽ അതിൻ്റെ പ്യൂരിറ്റി 99 to 100% ആണ്. മേയേഴ്സ് റിയേജൻറ്റിലും നെസ്സലസ് റിയേജൻറ്റിലെയും ഒരു കണ്ടൻ്റ് ആണ് പൊട്ടാഷ്യം അയഡൈഡ്. പൊട്ടാഷ്യം ബ്രോമൈഡ് സെഡേറ്റീവിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി പൊട്ടാഷ്യം ബ്രോമൈഡിൻ്റെ ടേസ്റ്റ് ബിറ്റർ ആയിരിക്കും. സോഡിയം നൈട്രൈറ്റ് ആണ് കേട്ടോ. നൈട്രൈറ്റിൻ്റെ ഫോർമുല NaNO2 ആണ്. NaNO3 പറയുന്നത് സോഡിയം നൈട്രേറ്റ് ആണ്. NaNO3 സോഡിയം നൈട്രേറ്റും ലെഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം നൈട്രൈറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി പൊട്ടാഷ്യം പെർമാഗ്നേറ്റും പൊട്ടാഷ്യം ബ്രോമൈഡിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് ബ്രോമിൻ ആയിരിക്കും. ഇനി നൈട്രിക് ഓക്സൈഡിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ NaNO2 + H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്തായി നൈട്രിക് ഓക്സൈഡ് കിട്ടും. ഇനി സോഡിയം നൈട്രൈറ്റ് ആണ്. നൈട്രൈറ്റ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മെത്ത് ഹീമോഗ്ലോബിനാണ് ഉണ്ടാവുക. ഒരു വാസോ ഡയലേറ്ററാണ് സോഡിയം നൈട്രൈറ്റ് എന്ന് പറയുന്നത്. സോഡിയം തയോസൾഫേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല Na2S2O3 5H2O. സോഡിയം തയോസൾഫേറ്റിലേക്ക് മിനറൽ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തയോസൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യും. ഒരു നല്ലൊരു റെഡ്യൂസിങ് ഏജൻറ്റ് എക്സാമ്പിളാണ് സോഡിയം തയോസൾഫേറ്റ്. അതിൻ്റെ വേറെ യൂസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഫംഗൽ ഏജൻറ്റ് കത്താട്ടിക് ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ആൻറ്റി ക്ലോർ എന്തെങ്കിലും ക്ലോറിൻ്റെ റിമൂവലിന് വേണ്ടിയിട്ട് കത്താട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബവലിന് കണ്ടൻസ് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗോൾഡിൻ്റെ സിൽവറിൻ്റെ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അമോണിയം കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലൻ്റ് ആണ്. അതൊരു അമോണിയാക്കൽ സ്മെല്ലിംഗ് സോൾട്ടാണ്. ദെൻ അമോണിയം കാർബണേറ്റിന് നമ്മൾ വേറൊരു പേര് പറയും അമോണിയം സെസ്കി കാർബണേറ്റ്. അമോണിയം കാർബണേറ്റിൽ 30% അമോണിയ ഉണ്ടാവണം. ചാർക്കോൾ എന്ന് പറയുന്നത് നല്ലൊരു അഡ്സോർബൻ്റ് ആണ്. അഡ്സോർബ് ചെയ്യാൻ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസിനെ അഡ്സോർബ് ചെയ്യാനായിട്ട് ഈ ചാർക്കോളിന് കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും പോയിസണൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇതിനൊക്കെ അഡ്സോർബ് ചെയ്യാൻ ഈ ചാർക്കോൾ മതി. ഇനി ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി വഴി നമുക്ക് ഈ കോപ്പർ, ലെഡ്, സിങ്കിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചാർക്കോൾ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന ടേം കേട്ടിട്ടുണ്ടാവും എപ്പോഴും. ആക്ടിവേറ്റഡ് ചാർക്കോൾ ആ മീനിങ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ചാർക്കോളിന് അഡ്സോർബൻ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, ആ പവർ ഇൻക്രീസ് ചെയ്തു എന്നാണ് അർത്ഥം. സോഡിയം നൈട്രൈറ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് ആക്ട് ചെയ്യും, അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജൻറ്റും ആയിട്ട് ആക്ട് ചെയ്യും. ഇനി സോഡിയം ബ്രോമൈഡിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ സോഡിയം ബ്രോമേറ്റും ചാർക്കോൾ പൗഡറും കൂടെ റിയാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ്. താങ്ക് യു.